ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ പലഹാരവുമായിട്ടാണ്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇരിക്കപ്പുറത്തില്ല ഒരാളിപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുക മടക്കസാൻ ഉണ്ടാക്കി കൊടുക്കാൻ. അതൊന്നൊരു വ്യത്യസ്ത രീതിയിൽ മടക്കസാനാണ്, പക്ഷെ അത് 2 കളറിലാക്കി ഞാൻ ഉണ്ടാക്കാൻ പോവാം, ഒരു വ്യത്യസ്ത രീതിയിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു പൊടി പലഹാരത്ത് ഇട്ടിരുന്ന ഒത്തിരി പേര് അത് കണ്ടു, നല്ല കമൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചു ഈ ഫുഡ് കളർ എങ്ങനെ ചേർക്കണം, ഈ കളർ എവിടെ കിട്ടുമെന്ന്. ഇതെല്ലാ ബേക്കറികളിലും കിട്ടും. ഇതാണ് കളറ്, ഇത് പച്ച കളറാണ്. ഇത് 10-20 രൂപയേ ഉള്ളൂ. ഈ ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒത്തിരി ചേർക്കല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം ചുമന്ന കളറിലാണ് ഉണ്ടാക്കുന്നത്. അത് കണ്ടോ, തുള്ളി വെള്ളത്തിന് ഞാനിപ്പോൾ ഒരു ഉദ്ദേശം ഒരു കിലോ മാവിൻ്റെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഇടാവുള്ളൂ. നമ്മൾ ഉപ്പ് മേമ്പൊടി ചേർക്കുന്നില്ല, അതുപോലെ തുള്ളിയെ ചേർക്കാനുള്ള വെള്ളത്തിന് ആ കളർ കിട്ടും. കൊണ്ട് ഫുഡ് കളറൊന്നും ഒത്തിരി വാരി ഇടരുത്. പിന്നെ ഞാൻ 2 ദിവസം ഇടുന്ന വീഡിയോ കേട്ട നല്ല കമൻറ്റുകളാണ് വരുന്നത്. പട്ടിയെ കുളിപ്പിക്കുന്നത്, പലഹാരം ഉണ്ടാക്കുന്നത്, വെള്ളച്ചാട്ടം കാണുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ജില്ലയെക്കുറിച്ച് പ്രശംസിക്കുക വേണ്ടിയത്. എന്നുവെച്ചാൽ മറ്റുള്ള ജില്ലകളിൽ നിന്ന് നമ്മുടെ ജില്ലയിലോട്ട് ആൾക്കാർ വരിക, കാണുക, നമ്മുടെ ജില്ലയിൽ ഇത്രയും പ്രസക്തമായ സ്ഥലമുണ്ടെന്ന് പറയാൻ നമുക്ക് പ്രസക്തിയില്ല, നമുക്കതിന് വിലയില്ല. ആലപ്പുഴക്കാരോട് ഇപ്പോൾ ആലപ്പുഴയിലെ കടലിൻ്റെ കാര്യം, അവിടോട്ട് ചെന്ന് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് വലിയ ആകാംക്ഷയാണ് കടൽ കാണാൻ. എങ്കിൽ പിന്നെ നമ്മൾ തന്നെ കടൽ കാണാൻ പോകുന്നത്. അതുപോലെയുള്ളൂ ഇത്. ഇപ്പം നമ്മുടെ ജില്ലയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അല്ലെ ഇങ്ങനെ ഒരു കാണാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ ആ നല്ലത്, നിങ്ങളും വന്ന് കാണാം എന്ന് വേണം കമൻറ്റിടാൻ. അതങ്ങനല്ല, അതിങ്ങനെയാണ്. ഇപ്പം ഞാൻ ആ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലെ ഒരു വാട്ടർ ഫ്രൂട്ടിനെ കുറിച്ച് ഇട്ടിരുന്നു. അത് അങ്ങനല്ല എന്ന് പറഞ്ഞു. അതങ്ങനല്ല എന്ന് എനിക്കറിയാം. അത് വെള്ളച്ചാട്ടം കാണാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജില്ലയിലോട്ട് അവരെ ആകർഷിക്കണം. അവരിങ്ങോട്ട് വിദേശികളോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലയിലുള്ളവർ കടന്നു വരുമ്പോൾ അവിടെ ചുറ്റുവട്ടത്ത് 2-3 കടക്കാരിപ്പുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ പരിപാടി തുടങ്ങട്ടെ. 2 തവി മാവിട്ട് കേട്ടോ. മൂന്ന് വിട്ടേക്കാം. ആദ്യം ഇപ്പോൾ ഒരു കളർ കുറച്ച് കുഴച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ട്രിപ്പായിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് 10 എണ്ണം അല്ലെങ്കിൽ 20 എണ്ണം ഒക്കെ ചോദിച്ചവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ അതിപ്പോൾ ആദ്യം ഞാൻ 10 എണ്ണം ഉണ്ടാക്കി കാണിക്കാം. ഇപ്പം ഞാൻ ആ ഫുഡ് കളർ ശകലം വെള്ളത്തിനകത്ത് അത് കലക്കി 3 തവി മാവിട്ടു. ഉപ്പൊന്നും ചേർക്കണ്ട, ഉപ്പൊക്കെ കളറിനകത്ത് തന്നെ ഇട്ട്. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഈ മാവ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. ഇങ്ങനെ ഇത് പരത്തി കാണിക്കാം. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ട് മനസ്സിലാകാത്തവർ പിന്നെയും ചോദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എണ്ണ ഇത് തൂത്തായിരുന്നു കേട്ടോ. നല്ലോണം എണ്ണ തൂത്ത് കൊടുക്കണേ. മാവിടരുത്, എണ്ണ തൂത്ത് കൊടുക്കുന്ന നമുക്കില്ല. എന്നിട്ട് നമുക്കിത് പരത്താം. നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി ഞാനത് നല്ലതായിട്ട് കനം കുറച്ച് പരത്തി. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം. നല്ലതായിട്ട് എണ്ണ തേക്കണം കേട്ടോ, എന്നെങ്കിലേ അതിനകത്തായിട്ട് മുടക്ക് വരത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ, എങ്കിലും എന്നോട് ചോദിച്ചത് കൊണ്ട് വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ആ കൂടെ പഠിക്കാത്തവർക്ക് പഠിക്കുകയും ചെയ്യാം. എല്ലാവർക്കും അറിയാം, അല്ല അറിയാൻ മേലാത്തവർക്കായിട്ടാണ് ഇടുന്നത് കേട്ടോ. നല്ലത് തേച്ച് നല്ലപോലെ തേച്ചിനി നമുക്ക് ഇങ്ങോട്ട് മുടക്കാൻ തേക്കാം. ഇങ്ങനെ മുടക്കി ഇങ്ങനെ മുടക്കാം. ചുരുളാതെ മുടക്കണം. മുടക്കി ഇങ്ങനെ മുടക്കി എടുക്കാവേ. വെച്ചിങ്ങനെ കനം കുറച്ച്, തുമ്പൊക്കെ കനം കുറച്ച് പരത്തണം. ഇതെല്ലാം ഇങ്ങനെ എടുക്കുക. മുട്ടത്തൊന്നുമില്ല, കയ്യിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് എണ്ണ തിളച്ച് കിടക്കുക, അതിലേക്ക് ഇടാം. അതൊക്കെ ഇട്ട് കൊടുക്കണം. കുത്തോന്ന് കൊണ്ടിട്ടുണ്ട്.
ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം. 25 മടക്കാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ 10 ആദ്യഘട്ടം ഉണ്ടാക്കുക. ഇനി നമ്മളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനത്തെ കൊണ്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴത് എങ്ങനെ എതളായിട്ട് വരും. ഇതിനകത്ത് കൊടുക്കണം. എൻ്റെ മടക്ക് സാർ റെഡിയായി. 2 തരം കളറിലുള്ളതാണ്, വ്യത്യസ്തമായ രീതിയിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യത്തിനോ ഏതെങ്കിലും പലഹാരം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.